എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് നീഡഡ് ടു ബി ഫുൾഫിൽഡ് ടു മേക്ക് ദ ഫോളോയിങ് എഗ്രിമെൻറ്റ്സ് വാലിഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ എഗ്രിമെൻറ്റുകൾ വാലിഡ് ആക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയകൾ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന്. അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നു, ഇഷ്ടദാനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ഒരാളുടെ പേരിൽ നിന്നും ഫാദറിൻ്റെ പേരിൽ നിന്നും അത് മകളുടെ പേരിലേക്ക് വരണമെങ്കിൽ, അത് ലീഗലി അത് എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ, ഓക്കെ, ലീഗലി അതങ്ങനെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫാദർ മാത്രമല്ലേ കൊടുക്കണുള്ളൂ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമല്ലേ. അപ്പോൾ മോളൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആവണമെങ്കിൽ നമ്മൾ എഗ്രിമെൻറ്റ് എഴുതിയിട്ടല്ല, അതിൽ സൈൻ ചെയ്തിട്ടല്ലേ കൊടുക്കുക. അപ്പോൾ അത് വാലിഡ് ആവണമെങ്കിൽ വേണ്ട കണ്ടീഷൻസ് ആണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് നോക്കാം. എഗ്രിമെൻറ്റ് മെയ്ഡ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കണ്ടീഷൻസ് നീഡ് ടു ബി ഫുൾഫിൽഡ് എന്നുള്ളത് പറയണം. ഇൻ ഓർഡർ ടു മേക്ക് ദ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് ആണ് എഗ്രിമെൻറ്റ് മെയ്ഡ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. എഗ്രിമെൻറ്റ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനും പിന്നെ പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. അപ്പോൾ ടൈം ബാർഡ് ആയിക്കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡെപ്റ്റും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അല്ലേ. എന്നിട്ട് അതിന് ശേഷം ഒരാൾ നമുക്ക് പൈസ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. ദേ പിടിച്ചു ആൻസേഴ്സ്. എഗ്രിമെൻറ്റ് മെയ്ഡ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണെങ്കിൽ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് അണ്ടർ സെക്ഷൻ 25 ക്ലോസ് 1 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ടു ബി ഫുൾഫിൽഡ് സോ ദാറ്റ് നമുക്ക് ആ ഒരു എഗ്രിമെൻറ്റിനെ വാലിഡ് ആക്കാൻ കഴിയുള്ളൂ. സോ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. നാച്ചുറൽ ലവും എഫെക്ഷനും തമ്മിൽ മെയ്ഡ് ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം. അത് ഇപ്പോൾ മാസ്റ്റർ സർവൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഭൂമി എഴുതി കൊടുക്കുന്നു, അങ്ങനെയും പറ്റും. ഇപ്പോൾ ഒരു ഓർഫണായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇഷ്ടദാനം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. പാർട്ടീസ് മസ്റ്റ് സ്റ്റാൻഡ് ഇൻ നിയർ റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഒരു ഫാദർ മകൾക്ക് ഭൂമി കൊടുക്കുന്നത് അല്ലെങ്കിൽ മകൻക്ക് ഭൂമി കൊടുക്കുന്നത്. അപ്പം എപ്പോഴും റിലേഷൻ നിയർ റിലേഷൻഷിപ്പിലായിരിക്കണം അത്. അപ്പോൾ ചോദിക്കുന്നില്ലേ ഇങ്ങനെ ഓർഫണിന് കൊടുക്കുന്നതും അതുപോലെ തന്നെ സെർവൻറ്റിന് കൊടുക്കുന്നതൊക്കെ, അതും ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും അവർ തമ്മിലൊരു നിയർ റിലേഷൻ ഉണ്ടല്ലോ. ബ്ലഡ് റിലേഷൻ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ, നിയർ റിലേഷൻ ഉണ്ടായാൽ മതി. സോ പാർട്ടീസ് മസ്റ്റ് സ്റ്റാൻഡ് ഇൻ നിയർ റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിങ്ങിലായിരിക്കണം, പറയൽ വാക്കാലല്ല. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. പേരൊക്കെ മാറ്റണ്ടേ, അച്ഛൻ്റെ പേരിൽ നിന്നും മകളുടെ പേരിലേക്ക് ആക്കണ്ടേ. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. കാരണം എന്താണ്, ഭാവിയിൽ ഇനി മകൾക്ക് എഴുതി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അച്ഛൻ ചെയ്ത പോലെ തന്നെ മകൾക്ക് അത് എഴുതി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മകളുടെ പേരിലേക്ക് അത് വരണ്ടേ. സോ ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ. So a written and a registered agreement based on natural love and affection between the parties standing in near relation, example husband and wife, to each other is enforceable even without consideration. നെക്സ്റ്റ് ആണ് പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെപ്റ്റ്. അപ്പോൾ വേറെ പ്രോമിസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് ഈസ് മെയ്ഡ് ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ ആക്ട് ഉണ്ടല്ലോ. ഇറ്റ് ഈസ് വാലിഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ദാറ്റ് ഈസ് സെക്ഷൻ 25 ക്ലോസ് 3 ആണ്. അപ്പോൾ അതൊരു പ്രോമിസിൽ ഇങ്ങനെ റൈറ്റിങ്ങിൽ ഇങ്ങനെ എഴുതിയിട്ട് കൊടുക്കുകയാണ്. വേറെ പ്രോമിസ് ഇൻ റൈറ്റിംഗ് എഗ്രിമെൻ്റ് എന്നാണ് അതിനെ പറയാല്ലേ. പ്രോമിസ് ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. സോ വേറെ പ്രോമിസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ്, അല്ലെങ്കിൽ ഏജൻറ്റോ ആരായാലും കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ബിസിനസ്മാൻ ഭയങ്കര തിരക്കാവേണ്ട ഏജൻ്റ് ആവും എഴുതിയിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് വഴി. വേറെ പ്രോമിസ് ഇൻ റൈറ്റിംഗ് സൈൻഡ് ബൈ ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ ബൈ ഹിസ് ഓതറൈസ്ഡ് ഏജൻറ്റ് ഈസ് മെയ്ഡ് ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ. സോ ഈസ് മെയ്ഡ്
ടു പേ ഡെപ്റ്റ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട് എന്നാണ് പറയുക. ലിമിറ്റേഷൻ ആക്ട് 3 years കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും ഡെപ്റ്റ് എൻഫോഴ്സിയബിൾ അല്ല എന്നാണ് ലിമിറ്റേഷൻ ആക്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ലിമിറ്റേഷൻ ആക്ട് 3 years കഴിഞ്ഞിട്ട് ആ പൈസ വാങ്ങാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തരികയാണെങ്കിൽ വാങ്ങാം അല്ലേ. സോ ഇറ്റ്സ് മെയ്ഡ് ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ. It is valid without consideration. It is valid without consideration. That is section 25(3). So is made to pay a debt barred by limitation. അപ്പം ഈ ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ടു പേ എ ഡെപ്റ്റ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് വാലിഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ദാറ്റ് ഈസ് സെക്ഷൻ 25 clause 3.